ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളുടെയും മെഗാസ്റ്റാറുകളുടെയും കാലമാണ്. സൂപ്പർ സ്റ്റാറുകളുടെയും മെഗാസ്റ്റാറുകളുടെയും പടങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷന്റെ റെക്കോർഡുകളൊക്കെ ചർച്ച ചെയ്യുന്ന കാലം. ഇവരുടെ അഭിനയവും അവരുടെ അഭിനയ രീതിയും പുകഴ്ത്താൻ വേണ്ടി അവർ തന്നെ മാർക്കറ്റിംഗ് ടീമിനെ വെച്ചിരിക്കുന്ന കാലം. എന്നാൽ മാർക്കറ്റിംഗ് ഒന്നുമില്ലാതെ വളർന്നു വന്ന ഒരു നടനുണ്ട്, പ്രേം നസീർ. നിത്യഹരിത നായകൻ പ്രേം നസീർ. 62 വയസ്സിലാണ് നസീർ സാർ അന്തരിക്കുന്നത്. അകാല മരണം എന്ന് തന്നെ പറയാം. ഇപ്പോ മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കുമൊക്കെ 62 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. മമ്മൂട്ടിക്ക് 72 ആയിരിക്കും. രജനീകാന്തും കമലഹാസനും ഒക്കെ 60 പിന്നിട്ട് കഴിഞ്ഞു. രജനീകാന്ത് 70 വയസ്സിന് മുകളിലായി. രജനീകാന്ത്. ബച്ചൻ 82 വയസ്സിലും അഭിനയിക്കുന്നു. ഈ സാഹചര്യത്തിൽ നസീർ സാറിന്റെ മരണം അകാല മരണം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ എല്ലാ സൂപ്പർ താരങ്ങളെയും വെല്ലുന്ന ഒരു റെക്കോർഡ് നസീറിന്റെ പേരിലുണ്ട്. നസീറിന്റെ പേരിലുള്ള പല റെക്കോർഡുകളും നിങ്ങൾക്കറിയാം, പ്രേക്ഷകർക്കറിയാം. അതിൽ പല വിധത്തിലുള്ള പ്രശസ്തമായ റെക്കോർഡുകളുണ്ട്. ഒരു നായികയുമൊത്ത് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നടൻ എന്നുള്ളത് ഒരു റെക്കോർഡ്, ഷീലയുമൊത്ത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ച നടൻ എന്നുള്ളത് മറ്റൊരു റെക്കോർഡ്. അതിനപ്പുറം ഒരു റെക്കോർഡുണ്ട്, ഏറ്റവും കൂടുതൽ സിനിമകൾ ബോക്സ് ഓഫീസ് ഹിറ്റാക്കിയ നടൻ, ഏറ്റവും കൂടുതൽ മെഗാ ഹിറ്റുകൾ സൃഷ്ടിച്ച നടൻ. ആ നടൻ ഒരേ ഒരു നസീർ സാറാണ്. അതാണ് നസീർ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എംജിആറിനോ ശിവാജി ഗണേശനോ ഒന്നും, അദ്ദേഹത്തിന്റെ സമകാലികരായിരുന്ന എംജിആറിനും ശിവാജി ഗണേശനും ഒന്നും ഹിറ്റുകളുടെ കാര്യത്തിൽ നസീറിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ഹിറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ രജനീകാന്ത്, കമലഹാസൻ തുടങ്ങിയവരൊക്കെ വന്നെങ്കിലും അവരൊക്കെ ഹിറ്റുകൾ നൽകിയെങ്കിലും നസീർ സാറ് ഹിറ്റാക്കിയതുപോലെ പടങ്ങൾ ഹിറ്റാക്കിയില്ല. 500-ലധികം പടങ്ങളാണ് നസീർ സാർ ഹിറ്റാക്കി മാറ്റിയത്, മെഗാ ഹിറ്റാക്കി മാറ്റിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ലോകത്ത് ഏത് നടന്, ഏത് സൂപ്പർ താരത്തിന് ഈ നേട്ടം കൈവരിക്കാനാകും? നസീർ സാറിന്റെ ഈ നേട്ടത്തെപ്പറ്റി അധികമാരും പറഞ്ഞിട്ടില്ല. ഇപ്പോ നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഒരാഴ്ച കൊണ്ട് 100 കോടി കടന്നു എന്ന് പറയുന്നു, 2 ആഴ്ച കൊണ്ട് 200 കോടി കടന്നു എന്ന് പറയുന്നു. തെലുങ്കിലെ ചിരഞ്ജീവിയും നമ്മുടെ ബാലകൃഷ്ണയും ഒക്കെ അവരുടെ സിനിമകൾ 100 കോടിക്കപ്പുറം കടന്നു എന്നൊക്കെ പറയുന്നു 2-3 ദിവസം കൊണ്ട്. ഹിന്ദിയിൽ സൽമാൻ ഖാനും ഷാറുഖ് ഖാനും ആമിർ ഖാനും ഒക്കെ അവരുടെ ഹിറ്റുകൾ ആഘോഷിക്കുന്നു. പക്ഷേ ഇവരൊക്കെ എത്ര ഹിറ്റുകൾ നൽകി? കൂടിപ്പോയാൽ മമ്മൂട്ടി കൂടിപ്പോയാൽ ഒരു 150 ഹിറ്റുകൾ നൽകി കാണും. 150 ഹിറ്റ് പോലും മമ്മൂട്ടി നൽകിയിട്ടില്ല. മോഹൻലാലിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. ഷാറുഖ് ഖാന്റെ കാര്യവും സൽമാൻ ഖാന്റെ കാര്യവും ആമിർ ഖാന്റെ കാര്യവും അതുപോലെ തന്നെയാണ്. രജനിയുടെ ജീവിതത്തിൽ നസീർ സാറിന്റെ അത്ര ഹിറ്റുകൾ നൽകിയിട്ടില്ല. എംജിആർ പോലും നസീർ സാറിന്റെ അത്ര ഹിറ്റുകൾ നൽകിയിട്ടില്ല. ശിവാജി ഗണേശൻ നൽകിയിട്ടില്ല. പക്ഷേ നസീർ സാർ 500-ലധികം ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളാക്കി മാറ്റി. അദ്ദേഹം നായകനായി അഭിനയിച്ച വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. അതും പുതുതലമുറ കീഴടക്കുമ്പോൾ, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സിനിമ കീഴടക്കുമ്പോൾ, ശങ്കറും രവീന്ദ്രനും രാജ്കുമാറും ഒക്കെ മലയാള സിനിമയിൽ വരുമ്പോൾ നസീർ സാർ ഒറ്റയ്ക്ക് അഭിനയിച്ച ചില ചിത്രങ്ങൾ പാളിപ്പോയി. ജോഷിയുടെ അംഗം പോലുള്ള ചിത്രങ്ങളൊക്കെ പരാജയപ്പെട്ടു. പക്ഷേ ഈ യുവതലമുറ വന്നപ്പോഴും നസീർ സാർ പിടിച്ചു നിന്നു ഒരു പരിധിവരെ. അതാരും മനസ്സിലാക്കുന്നില്ല. ഈ റെക്കോർഡ് അദ്ദേഹത്തിന് ഗിന്നസ് ബുക്കിൽ ഇടം കിട്ടേണ്ട പല റെക്കോർഡുകളുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കമേഴ്ഷ്യൽ ഹിറ്റ് നൽകിയ നടനെന്ന റെക്കോർഡ് അദ്ദേഹത്തിന് ആരും നൽകിയിട്ടില്ല. ഇതാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഘടകമാണ്. അതാണ് പ്രേം നസീർ എന്ന മഹാനായ നടന്റെ പ്രത്യേകത.